പേട്രിയറ്റ് മൂവി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. പേട്രിയറ്റിൻ്റെ ഇൻട്രോയിൽ വരെ, അതായത് ആദ്യത്തെ സീനുകളും, അതായത് ഡൽഹിയിൽ രേവതി കാണിക്കുന്ന, രേവതി ഇൻട്രൊഡ്യൂസ് സീനുകളും ഒരു ഇൻ്റർനാഷണൽ ലെവലാണ്. ഒരു പക്ക ഒരു ദേശീയ രാഷ്ട്രീയവും ഒരു പക്ക അടിപൊളി ഒരു ഇൻ്റർനാഷണൽ സ്റ്റൈലിലുമാണ് പടം ചെയ്തത്. പക്ഷേ ഇൻ്റർവെല്ലിൽ കഴിഞ്ഞ് ആ ഒരു ഗൗരവമായ ഒരു വിഷയത്തെ നമുക്ക് ഗൗരവമായിട്ട് തോന്നാതെ വരും. അതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നത്. ഗൗരവമായ ഒരു വിഷയമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരു രാജ്യസുരക്ഷയും വ്യക്തി സുരക്ഷയും പോകുന്ന ഒരു ഇതാണ്, ഒരു വിഷയമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് നമുക്ക് ഇൻട്രോയിൽ കഴിയുമ്പോഴത്തേക്ക് ആ വിഷയത്തിൻ്റെ ഗൗരവവും വില്ലൻ്റെ ഒരു പ്രാധാന്യവും വില്ലന്മാരുടെ പ്രാധാന്യമൊക്കെ ഒരു കുറഞ്ഞു പോയ പോലെ നല്ലൊരു തോന്നി. മോഹൻലാൽ ഇൻട്രോയിൽ കഴിഞ്ഞ് മോഹൻലാലിൻ്റെ റോൾ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയും നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫഹദ് ഫാസിലിൻ്റെ ഫാദറായിട്ട് അഭിനയിക്കുന്ന രാജീവ് മേനോനൊന്നും ഒരു ഡെപ്തില്ലാതെ, ഇതില്ലാതെ പോയി. ഒരു ഗാംഭീര്യമോ അത് അവരുടെ ഒരു വില്ലൻ്റെ ഒരു ശൗര്യമൊന്നും ഇല്ലാതെ ആ പടം അങ്ങ് മാറി. അതാണ് എനിക്ക് ആ കുഴപ്പം തോന്നുന്നത്. ഇൻട്രോയിൽ വരെ ഞാൻ അഭിപ്രായം പറഞ്ഞത് കിടിലൻ മേക്കിങ്ങും കിടിലൻ ഇൻ്റർനാഷണൽ എന്ന് വെച്ചാൽ പുറത്തുള്ള കുറേ സീനുകൾ കാണിക്കുന്നുണ്ട്. അവിടെ ഫോറിൻ ലൊക്കേഷനിലെ സീനുകളൊക്കെ, അതായത് അവിടുത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിലെ സീനുകളൊക്കെ ഒരു കിടിലൻ വർക്കായിട്ടാണ് പടം ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയിൽ അത്രയും നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടില്ല. അത്രയും സ്റ്റൈലായിട്ട് ഇൻ്റർനാഷണൽ ലെവലിലാണ് പടം ചെയ്തു പോയത്. ഇൻ്റർവെൽ കഴിഞ്ഞ് മൊത്തം കയ്യിൽ നിന്ന് പോയ പോലെ കാര്യഗൗരവം മൊത്തം പോയി. നമുക്കൊരു സുഖമില്ലാതെ പടം മുന്നോട്ട് പോവുകയാണ്. ഇൻ്റർവെൽ കഴിഞ്ഞ് സത്യം പറയുവാണെങ്കിൽ ഇത് തീർന്നാൽ മതി എന്ന ഒരു ലുക്കിലേക്ക് പടം വലിച്ച് നീട്ടി മുമ്പോട്ട് പോയ പോലെ ഒരു തോന്നലാണ് ഉണ്ടായത്. ഇത്രയും വലിയ സ്റ്റാറുകളെ കൊണ്ടുപോയിട്ട് മോഹൻലാലിനേക്കൊന്നും ഒരു യൂസ് ചെയ്യാൻ പോലും ശരിക്കും പറ്റിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. മോഹൻലാലിൻ്റെ റോള് നല്ല ഇത്, അതായത് നയൻതാരയ്ക്കൊക്കെ അതിനകത്തെ ഒരു റോള് പോലും നന്നായിട്ട് ചെയ്യാനില്ല. നയൻതാര അല്ല, വേറെ ആരെങ്കിലും അഭിനയിപ്പിച്ചാൽ 2, 3, 4 സീനുകളേ ഉള്ളൂ. എന്നിട്ടും ഈ നയൻതാരേനെയൊക്കെ ഇത്രയും കാശ് മുടക്കി കൊണ്ടുവന്ന് എന്തിനാണെന്നുള്ളൊരു ഒരു ഡെപ്ത് ആ റോളിനില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. കുഞ്ചാക്കോവനാണേലും ഒരു സുഖമില്ലാത്ത പോലെയാണ് അങ്ങ് ചെയ്യുന്നത്. പടം ഓവറോള് നല്ല വിഷയവും നല്ല കാര്യഗൗരവമുള്ള വിഷയമായിരുന്നു. പക്ഷേ ആ ഗൗരവം എല്ലാം ഇൻ്റർവെൽ കഴിഞ്ഞതോടുകൂടി നഷ്ടപ്പെട്ടു പോയതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. അതായത് പടം എല്ലാവർക്കും രുചിക്കണമെന്നില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുമില്ല. അങ്ങനെ ഒരു ഫീലിലാണ് പടം പോകുന്നത്. പേട്രിയറ്റ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഓക്കെ.